നമസ്കാരം. ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ട്രയൽ റൺ തുടങ്ങിയ ശേഷം നടക്കുന്ന കാര്യങ്ങളെല്ലാം ലോക വ്യാപാര രംഗത്ത് വാർത്തകളായി മാറുകയാണ്. ഇപ്പോൾ മറ്റൊരു റെക്കോർഡ് നേട്ടം കൂടി വിഴിഞ്ഞത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഒറ്റ കപ്പലിൽ നിന്ന് 10,330 കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു എന്നാണ് തുറമുഖത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്ത. കഴിഞ്ഞ സെപ്റ്റംബർ 27-ന് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSCയുടെ കപ്പലായ അന്നയിൽ നിന്നാണ് ഇത്രയും കണ്ടെയ്നറുകൾ ഇറക്കുകയും കയറ്റുകയും ചെയ്തത്. 399.98 മീറ്റർ നീളവും 58.6 മീറ്റർ വീതിയും 14.7 മീറ്റർ ഡ്രാഫ്റ്റുമുള്ള ഈ വമ്പൻ മദർഷിപ്പ് ഇന്ത്യയിലെത്തിയ വലിയ കപ്പലുകളിൽ പ്രധാനിയാണ്. കണ്ടെയ്നറുകൾ നീക്കം കഴിഞ്ഞ് സെപ്റ്റംബർ 30-ന് കപ്പൽ കൊളംബോ തുറമുഖത്തിലേക്ക് തിരികെ പോവുകയും ചെയ്തു. ഇതുവരെ എത്തിയ 20ഓളം കപ്പലുകളിൽ 15ഉം MSCയുടേതായിരുന്നു. ഇതുവരെ കണ്ടെയ്നർ നീക്കം ഏതാണ്ട് 50,000 കടന്നുവെന്നാണ് വിവരം. ഒറ്റ കപ്പലിൽ നിന്ന് 10,000-ലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തത് വിഴിഞ്ഞത്തിന്റെ മികവ് കൂടുതൽ വ്യക്തമാക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തനം തുടങ്ങിയ വല്ലാർപാടത്ത് പോലും ഇത്രയും കണ്ടെയ്നറുകൾ ഒരു കപ്പലിൽ നിന്ന് കൈകാര്യം ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. ലഭ്യമായ വിവരപ്രകാരം വല്ലാർപാടത്ത് ഒരു കപ്പലിൽ നിന്ന് നടത്തിയ ഏറ്റവും വലിയ കണ്ടെയ്നർ നീക്കം 6,157 ആണ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ഏറ്റവും വലിയ കപ്പലുകളിൽ രണ്ടാമത്തേതാണ് MSCയുടെ അന്ന. ആദ്യത്തേത് ക്ലൗഡ് ജിറാർഡറ്റ് ആയിരുന്നു. 19,200 അന്നയുടെ കണ്ടെയ്നർ ശേഷി. 3 ദിവസം കൊണ്ടാണ് ഇതിൽ നിന്നും 10,000-ലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യപ്പെട്ടത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ക്രെയിൻ സംവിധാനമാണ് വിഴിഞ്ഞത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിലൂടെ കണ്ടെയ്നറുകൾ ഇറക്കുവാനും തിരികെ കയറ്റുവാനും റീഅറേഞ്ച് ചെയ്യുവാനും വളരെ വേഗത്തിൽ സാധിക്കുകയാണ്. ഇപ്പോൾ നടന്ന ട്രയൽ റണ്ണിൽ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ കപ്പലുകളാണ് വിഴിഞ്ഞത്ത് എത്തിച്ചേർന്നത്. നിരവധി കമ്പനികൾ ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേരുവാൻ താൽപ്പര്യവും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. നിലവിൽ 20,000-ഓളം കണ്ടെയ്നറുകൾ തുറമുഖ യാർഡിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. അത് വിഴിഞ്ഞത്ത് വരുന്നവർക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒക്ടോബറിൽ വലുതും ചെറുതുമായ ധാരാളം കപ്പലുകൾ ദിവസവും വരുമെന്നാണ് അറിയുന്നത്. കൂടുതൽ കണ്ടെയ്നറുകൾ സൂക്ഷിക്കാനായി യാർഡിന്റെ വലിപ്പം കൂട്ടുന്ന പണികളൊക്കെ നടക്കുകയാണ്. പുതുതായി രൂപം കൊണ്ട യാർഡിന്റെ ഭാഗത്ത് ഇപ്പോൾ ടൈലുകൾ നിരത്തുന്ന ജോലികളൊക്കെ പുരോഗമിക്കുകയാണ്. ഒക്ടോബറിൽ തന്നെ 100,000-ഓളം കണ്ടെയ്നർ നീക്കം നടക്കുമെന്നാണ് മറ്റൊരു റിപ്പോർട്ട്. ഇനി വിഴിഞ്ഞത്തിന്റെ മറ്റു അപ്ഡേറ്റ് വാർത്തകൾ കൂടി ഒന്ന് നോക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയിൽ വിഴിഞ്ഞം വലിയ കുതിപ്പുണ്ടാകും എന്ന് മന്ത്രി പ്രസ്താവിച്ചിരുന്നു. വിഴിഞ്ഞത്തിന്റെ പ്രയോജനവും വ്യാവസായിക വളർച്ചയും ഒരു ജില്ലയിൽ മാത്രം ഒരുങ്ങുന്നതല്ല. ലോകമെമ്പാടു നിന്നുള്ള നിരവധി കമ്പനികൾ അവരുടെ ലോജിസ്റ്റിക് പാർക്ക് ഇവിടെ തുടങ്ങുവാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇതിനായി സർക്കാർ പുതിയ ലോജിസ്റ്റിക് പോളിസി ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. 20 കിലോമീറ്ററിനുള്ളിൽ ഒരു ലോജിസ്റ്റിക് പാർക്ക് സ്ഥാപിക്കുവാനാണ് സർക്കാരിൻ്റെ നീക്കം. മറ്റൊന്ന്, മാനുഫാക്ചറിംഗ് ആൻഡ് അസംബ്ലി യൂണിറ്റുകൾ സ്ഥാപിച്ച് അസംസ്കൃത വസ്തുക്കൾ ഇവിടെ എത്തിച്ച് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനും കയറ്റുമതി ചെയ്യുവാനും വലിയൊരു സാധ്യത വിഴിഞ്ഞം തുറമുഖം തുറക്കുന്നു എന്നാണ്. ഇതിലൂടെ നിർമ്മാണത്തിന് സമയം ലാഭിക്കുവാനും ചെലവ് കുറയ്ക്കുവാനും സാധിക്കും. വിഴിഞ്ഞത്തിന്റെ ക്യാച്ച്മെന്റ് ഏരിയ തിരുവനന്തപുരത്തിനും പുറത്തേക്ക് സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കുവാനും സാധിക്കും. ഇത്രയുമാണ് മന്ത്രിയുടെ പ്രസ്താവനകൾ. MSC ആണ് ഇതുവരെ വിഴിഞ്ഞത്തേക്ക് കൂടുതൽ കപ്പലുകളൊക്കെ എത്തിച്ചത്. മറ്റൊരു വമ്പൻ കമ്പനിയായ എവർഗ്രീനും അധികം താമസിയാതെ ഇവിടെ എത്തുമെന്നാണ് പറയപ്പെടുന്നത്. ഫ്രാൻസ്, ജർമ്മനി സംയുക്ത സംരംഭമായ CMA1 എന്നിവരും വിഴിഞ്ഞത്തേക്ക് താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഡ്രഡ്ജിംഗ് നടത്താത്ത സ്വാഭാവിക ആഴമുള്ള തുറമുഖം എന്ന നിലയിൽ ഇപ്പോൾ നാവിഗേഷൻ ചാർട്ട് കൂടി തയ്യാറാക്കിയതോടെ അന്താരാഷ്ട്ര കമ്പനികൾ വിഴിഞ്ഞത്തേക്ക് എത്തുന്നതിനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിരിക്കുകയാണ്. മറ്റൊരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് കൂടി പറയാം. പ്രമുഖ ഷിപ്പ് ലൈനേഴ്സ് കമ്പനികൾ കണ്ടെയ്നറുകൾ സൂക്ഷിക്കാൻ വിശാലമായ സ്ഥലം വിഴിഞ്ഞത്തിന് സമീപത്ത് തേടുന്നു എന്നാണ് ആ വാർത്ത. വിഴിഞ്ഞത്തിനടുത്ത് നെല്ലിമൂട് ഭാഗത്ത് 50 ഏക്കറോളം ഇത്തരത്തിൽ കമ്പനികൾ വാങ്ങിയതായി ഒരു റിപ്പോർട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും ലഭ്യമല്ല. അത് ലഭിക്കുന്ന മുറയ്ക്ക് അതിൻ്റെ റിപ്പോർട്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. വിഴിഞ്ഞത്തിന് സ്ഥിരം ISPS കോഡ് കൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡാണ് ഈ ISPS കോഡ് എന്ന് പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് ഒരു താൽക്കാലികമായി ലഭിച്ച അനുമതിയായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ആൻഡ് പോർട്ടിന്റെ കീഴിലുള്ള മറൈൻ മർച്ചന്റ് ഡിപ്പാർട്ട്മെന്റാണ് ഈ അംഗീകാരം നൽകുന്നത്. ഇതോടെ തുറമുഖ കമ്മീഷനിങ്ങിനുള്ള മറ്റൊരു വലിയ കടമ്പ കൂടി വിഴിഞ്ഞം തുറമുഖം കടന്നിട്ടുണ്ട്. വിഴിഞ്ഞത്തിന് പുറംകടലിൽ വിജയകരമായി നടന്നിരുന്ന ക്രൂ ചേഞ്ചിങ്ങിന്
ഇപ്പോൾ വീണ്ടും അനുമതി ലഭ്യമായിട്ടില്ല എന്ന കാര്യം കൂടി ഇതിനോടൊപ്പം ചേർക്കുകയാണ്. കോവിഡ് കാലഘട്ടത്തിലെ സാഹചര്യത്തിൽ പ്രത്യേക അനുമതി പ്രകാരമായിരുന്നു ഈ ക്രൂ ചേഞ്ചിങ് ഇവിടെ നടന്നു വന്നിരുന്നത്. എന്തായാലും അതിനുള്ള അനുമതി കൂടി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും വിഴിഞ്ഞത്തിൻ്റെ പുതിയ വാർത്തകളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചാനലിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്.